നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മത്തിയാണ്, നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല പെടപ്പം മത്തി കണ്ടോ. 1/2 കിലോ മത്തി കിട്ടി. നമ്മളത് വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കറി വെച്ച് വരുമ്പോൾ നമ്മുടെ ചോറ് കറിയുടെ ഒരു ടേസ്റ്റാണ് തോന്നിക്കുന്നത്. അതേ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉലുവയെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 കഷ്ണം ചുവന്നുള്ളി, 4 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതീയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഈ നേരത്തിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച പേസ്റ്റ് മാറി വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിരിക്കുകയാണ് തേങ്ങയും പെരിഞ്ജീരകവും കുരുമുളകും കൂടെ. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഈ തേങ്ങയിലെ ജലാംശം വറ്റുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലൊരു വറുത്തരച്ച കറിയുടെ മോഡലാവും. അതേ രീതി ആകുന്നവരെ നമ്മളൊരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ആ തേങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തരയ്ക്കുന്ന ഒരു രീതിയാണ്. അതേപോലെ ആ തേങ്ങയിലെ ജലാംശം എല്ലാം വറ്റുന്നവരെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ചിലപ്പോൾ അതേപോലെ നമ്മളൊന്ന് ഇതേപോലെ എല്ലാം വടിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയാണ്ടില്ല. ഇപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചട്ടി കരിയൊന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളിതിനകത്ത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതെല്ലാം റെഡിയായി വന്നോളൂ. അപ്പോൾ നമ്മളിത് വടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. വടിച്ചിട്ട് തേങ്ങയുടെ പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം. എങ്കിലേ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചൊറ കറിയൊക്കെ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും ഈ മത്തിക്കറിക്ക്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണം വേണമെന്നില്ല, ചാറ് മാത്രം മതി നമുക്ക് ചോറിന്. അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും ഈ കറി. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. തേങ്ങയെല്ലാം നന്നായിട്ട് മൂക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ കളർ കാണുമ്പോൾ കണ്ടില്ലേ, നമ്മൾ തേങ്ങ വറുത്തരച്ച ഒരു കറിയുടെ നിറമായില്ലേ, അതേപോലെ തന്നെയായിരിക്കും ടേസ്റ്റ്. അപ്പം നമുക്ക് എന്തിനു വേണ്ടി വെള്ളം ആവശ്യമുണ്ട്, ഗ്രേവി ആവശ്യമുണ്ട്, അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കഷ്ണം കുടംപുളി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം.
നല്ല നാടൻ കറിവേപ്പിലയാണ്. 2-3 കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് പീസുകളാക്കി ഇട്ട് കൊടുക്കുക. പീസുകളാക്കി ഇടേണ്ട ആൾക്ക് പീസുകളാക്കി ഇടാം, അല്ലെ അതേപടി വേണമെന്നുണ്ടെങ്കിൽ അതേപടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റോളമായി നമുക്ക് തുറന്ന് നോക്കാം. അരപ്പെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന അരപ്പിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല മുട്ടയുള്ള മത്തിയാണ്, നല്ല മുട്ടയുള്ള പച്ച മത്തിയാണ്. കണ്ടില്ലേ? നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മുട്ടയുള്ള മത്തിയാണ്, മുട്ടയും എല്ലാം ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മീനുമൊക്കെ നന്നായിട്ട് വെന്ത് അരപ്പെല്ലാം വറ്റി നല്ല കുറുകിയ നല്ല കറിയായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റോളമായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ? കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഇതേപോലെ ഒരു മത്തിക്കറി നിങ്ങളും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്